ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പം ഞാനേ കുറേ ദിവസമായിട്ട് കുളിച്ചിട്ടില്ലേട്ടാ. നമുക്കപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിലെ നല്ല ചൂടുള്ള. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണ്ടല്ലോ. ഇത് പോലീസല്ലേ? പോലീസ് ഇപ്പം തന്നെ എന്നെ വിളിക്കണേ. ഒന്ന് എടുത്ത് നോക്കാം. ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അതെ, നിന്റെ വീട്ടിൽ ഒരു പട്ടിയില്ലേ? നമ്മൾ ആ പട്ടീനെ അറസ്റ്റ് ചെയ്തു. ആര്? റോക്കിയാ? എന്തിനാ അറസ്റ്റ് ചെയ്തേ? എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയാം. നീ തൽക്കാലം സ്റ്റേഷനിലേക്ക് പോരെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെന്തത്? പോലീസ് ഫോൺ കെട്ടിയതല്ലോ. എന്നാലും അവരെന്തിനാ റോക്കിനെ അറസ്റ്റ് ചെയ്ത്? അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എൻ്റെ റോക്കി ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അത് ഫുൾ ടൈം വീട്ടിലിരിക്കാറാ പതിവ്. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാം. ഈ താർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. റോക്കി പിന്നെ എവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. എവിടെ തന്നെ റോക്കി? നമ്മുടെ റോക്കി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. എടാ റോക്കിയെ, എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ ഉണ്ടായേ? എന്തിനാ റോക്കിനെ അറസ്റ്റ് ചെയ്തേ? എന്താ കാര്യം? അത് പിന്നെ നിന്റെ പട്ടിയില്ലേ, അതെന്നെ കടിച്ചു. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. റോക്കി നിങ്ങളെ കടിക്കേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. റോക്കി എങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരാളിനെയും കടിക്കില്ല. സാർമാരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇല്ലില്ല, നമ്മളവനെ ഒന്നും ചെയ്തില്ല. അവൻ വെറുതെ ആവശ്യമില്ലാണ്ട എന്നെ കടിച്ചേ, അതും എൻ്റെ കാലുമേ. എന്നിട്ടായാലും റോക്കിനെ വെറുതെ ഓടില്ല. കുറച്ച് കഴിഞ്ഞാലേ നമ്മൾ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും. പിന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അയ്യോ സാറേ, റോക്കിനെ ഒന്നും ചെയ്യല്ലേ. അവനെ വെറുതെ ഇട്ടേക്ക്. അവനെ ജയിലിൽ കൊണ്ടുപോകണ്ട. ഞാൻ വേണമെങ്കിൽ പൈസ തരാം, ഈ പൈസ വെച്ചോ. എനിക്ക് പൈസ ഒന്നും വേണ്ട. പകരം നീ ഒരു കാര്യം ചെയ്യ്. പുറത്ത് നമ്മുടെ പോലീസിൻ്റെ വണ്ടിയുണ്ട്. നീ പോയിട്ടേ ആ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യ്. അന്നേരം നമ്മൾ നിന്റെ റോക്കിനെ വെറുതെ ഇടാം. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ടേ നിങ്ങളുടെ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. റോക്കിനെ ഒന്നും ചെയ്യല്ലേ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളിയേക്കാൻ കേട്ടാ. നമ്മുടെ റോക്കിയില്ലേ, അത് പോലീസുകാരെ കടിച്ചുന്ന്. എന്തിനാ പോലീസുകാരെ കടിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. എന്തെങ്കിലും ആവട്ടെ, പോലീസുകാരിപ്പോൾ റോക്കിനെ വെറുതെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായിട്ടേ നമുക്ക് അവരുടെ വണ്ടി മോഡിഫൈ ചെയ്യണം. ഈ വണ്ടി മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ റോക്കിനെ വെറുതെ വിടാന്ന്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ എൻ്റെ കൂട്ടുകാരനാണ്. അവൻ എല്ലാ വണ്ടികളും പെടയായിട്ട് മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നും മോഡിഫൈ ചെയ്യണ്ട, എന്തെങ്കിലും തട്ടിക്കൂട്ട് കാണിച്ചാൽ മതി. വണ്ടിയുടെ കളർ മാറ്റാം. കളറ് ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ മാറ്റാം, അലോയ്സൊക്കെ മാറ്റാം. പിന്നെ അലോയ്സിൻ്റെ സൈസ് കൂട്ടാം. ഇത്രയൊക്കെ ചെയ്താൽ മതിയില്ലേ. പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുക, സ്മോക്ക് കളറ് ബ്ലാക്ക് കൊടുക്കുക. ഇത്രയ്ക്ക് മതി, അധികം ആഡംബരം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഈ കാർ തിരിച്ചു കൊടുക്കാം. ഇതെന്തത്? പോലീസുകാരെന്തിനാ എന്നെ വെടിയിക്കണേ? സാർമാരെ, എന്താ പ്രശ്നം? എടാ ജാക്കേ, നീ ആളെ കൊള്ളാലോ. നീ പോലീസിന്റെ വണ്ടി അടിച്ചു മാറ്റൂലേ? നിന്നെ ഞാൻ വെറുതെ ഓടില്ല. നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും. ശരി, നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ. ഞാനല്ലെങ്കിലും പോലീസിന്റെ വണ്ടി അടിച്ചു മാറ്റിയില്ല. പോലീസുകാരാണ് എനിക്ക് ഈ വണ്ടി തന്നേ. അവർ ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറഞ്ഞു, ഞാൻ മോഡിഫൈ ചെയ്തു. ഇവരിപ്പോൾ എന്തിനാണാവോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരണേ? എനിക്കാണെങ്കിൽ 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇത് കണ്ടില്ലേ, ഇപ്പോഴും പോലീസുകാർ എന്നെ വെടിയിക്കുന്നുണ്ട്. ഒരൊറ്റണത്തിനും വെറുതെ ഇല്ല, എല്ലാത്തിനും തീർത്തളയാം. ഇതിപ്പോൾ എന്താണ്ടായേ? ആ മറ്റേ വണ്ടി പൊട്ടിത്തെറിച്ചല്ലോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയി കണ്ടിട്ടാ. പക്ഷെ ചെറുതായിട്ട് പണിപ്പാളി. ആ പോലീസുകാർ നമുക്ക് വണ്ടി തന്നില്ലേ, ആ വണ്ടി പൊട്ടിത്തെറിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പോലീസുകാരോട് ഞാൻ എന്നിട്ട് പറയാ, അവന്മാര് റോക്കിനെ വെറുതെ ഇടില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഒരു പുതിയ കാർ മേടിക്കാം. പോലീസുകാരുടെ കാർ ഏതായിരുന്നു? ബൊളേറോ അല്ലേ? നമുക്കപ്പോൾ ഒരു ബൊളേറോ മേടിക്കാം. എന്നിട്ടത് മോഡിഫൈ ചെയ്ത് അവന്മാർക്ക് കൊടുക്കാം. അന്നേരം സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. എന്നിട്ടായാലും നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ഇവിടെ ബൊളേറോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഏട്ടാ.
ഇവിടെ സ്റ്റോക്കിൽ ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഇവിടെ ബൊളേറോ ഉണ്ട്. നമുക്കപ്പോൾ ഈ കാറങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ അത് പർച്ചേസ് ചെയ്തു. ഇനി തന്നെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് ബൊളേറോ. പോലീസുകാർ ഈ വണ്ടീനെ യൂസ് ചെയ്യണേ. ഈ സെയിം വണ്ടിയാ. നമുക്കിനി ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. അന്നേരം പോലീസുകാർക്ക് സംശയം ഉണ്ടാവില്ല. സംശയം ഉണ്ടാവില്ലെന്ന് വിചാരിക്കണു. നമുക്കപ്പോൾ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റാം. ബ്ലാക്ക് വേണോ? ബ്ലാക്ക് വേണ്ട, റെഡ് കൊടുക്കാം. റെഡ് ഒരു വെറൈറ്റി കളറുണ്ട്. പിന്നെ ഇതിന് ഒരു പുതിയ അലോയ്സ് വയ്ക്കാം. അതിനു മുൻപ് ടയറിൻ്റെ സൈസ് കൂട്ടാണ്ടാ. വലിയ ടയർ കിടന്നോട്ടെ. അലോയ്സ് ഇത് മതി. അതിന് റെഡ് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് സ്മോക്ക് കളർ റെഡും കൊടുക്കാം. നമ്മളങ്ങനെ ഈ വണ്ടി ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാലേ പോലീസിൻ്റെ വണ്ടിയെന്ന് പറയുള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കേ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് ഈ വണ്ടി കൊടുക്കാം. അന്നേരം അവർ റോക്കിനെ വെറുതെ ഇടും. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാം. ഈ വണ്ടി നമുക്കേ അകത്തേക്ക് കൊണ്ടുപോവാം. ഇതകത്ത് കയറില്ലേ? കയറേണ്ടതാണ്. ഇതെന്താ കയറാത്ത? ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ അകത്തേക്ക് കയറ്റി. അയ്യോ ഭാഗ്യമുണ്ട്, സാറിൻ്റെ മേത്ത് തട്ടിയില്ല. ഇല്ലെങ്കിൽ പണിപ്പാളിയനെ. ഹലോ സാറേ, ഇത് നോക്കിയേ. നിങ്ങളുടെ വണ്ടി ഞാൻ പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഇനി റോക്കിനെ വെറുതോട്ടേക്ക്. അയ്യ ശരി. എടാ ജാക്കേ, നീ എന്ത് വിചാരിച്ചേ? പോലീസുകാരൊക്കെ മണ്ടന്മാരാന്ന്. നമുക്കറിയാം ഇത് നമ്മുടെ വണ്ടിയല്ലാന്ന്. നീ നമ്മുടെ വണ്ടി കത്തിച്ചളഞ്ഞു. എന്തുട്ടായാലും നിന്റെ റോക്കിനെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെയാണല്ലേ? നിങ്ങൾക്കപ്പം മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളെ വെറുതെ ഇട്ടാലേ ശരിയാവില്ല. എല്ലാത്തിനും തീർത്തളയാം. ഒരാളിനും ബാക്കിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ആരെന്നറിയില്ല. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എൻ്റെ അടുത്ത് കളിച്ചത് ഒട്ടും ശരിയായില്ല. അതെ, നമുക്ക് ഈ ലോക്ക് പൊട്ടിക്കാട്ടാ. ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ റോക്കിക്ക് പുറത്തിറങ്ങാൻ പറ്റും. എടാ ജാക്കേ, നീ പോലീസുകാരെ വെടിയിക്കൂലേ? ഇന്നും മിക്കാറും നിന്റെ കാര്യത്തില് തീരുമാനവും. നമ്മൾ നിന്നെ വെറുതെ ഓടില്ല. അയ് ശരി, അത്രക്കയ്യാ. എന്നാ പിടിച്ചോ. അങ്ങനെ പോലീസുകാരുടെ കാര്യത്തിൽ തീരുമാനമായി. എടാ റോക്കിയെ, പുറത്തേക്ക് പോയോ? ഈ ലോക്ക് ഞാൻ പൊട്ടിച്ചു. വേം വാ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി റോക്കിനെ രക്ഷിച്ചു. റോക്കിന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കേ നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇനി അധികം നേരം നിൽക്കണ്ട. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി.